ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിന്റെ പരിസര പഠനമാണ്. പരിസര പഠനത്തിൽ 5-ാമത്തെ പാഠം ആഹാരവും ആരോഗ്യവും. പാഠത്തിന്റെ പേരെന്താ? ആഹാരവും ആരോഗ്യവും. അപ്പോൾ ഈ ചാപ്റ്ററിലെ മുഴുവനായിട്ടുള്ള ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, വിശദീകരണം, പ്രവർത്തനങ്ങൾ, തുടർ പ്രവർത്തനങ്ങൾ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ആഹാരവും ആരോഗ്യവും. ആഹാരവും ആരോഗ്യവും. ആദ്യം തന്നെ നമുക്കതാ ഒരു ഡൈനിങ് ടേബിൾ അല്ലേ, ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ചേട്ടൻ ഉണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാ. നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? എന്തെല്ലാം വിഭവങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഈ കുട്ടി പറയാണ് ചേട്ടൻ ഉണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ പറയുന്ന പച്ചക്കറി സാലഡ്? എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം എന്നാണ് ചോദ്യം. ഭക്ഷ്യവിഭവങ്ങൾ. നിങ്ങൾ കഴിക്കാറുള്ള വിഭവങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങളുടെ കൂട്ടുകാരോ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്? പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ ചോറുണ്ടാക്കാൻ നമുക്ക് അരി വേണം, ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പ്, എണ്ണ, സാമ്പാർ ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, തക്കാളി, പരിപ്പ്, പിന്നെ മുരിങ്ങയ്ക്ക, സവാള, മുട്ടക്കറി ഉണ്ടാക്കാൻ മുട്ട, സവാള, ഉരുളക്കിഴങ്ങ്, പായസം ഉണ്ടാക്കാൻ അരി, ശർക്കര, പാൽ, തേങ്ങ, ബിരിയാണി ഉണ്ടാക്കാൻ അരി, ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ചിക്കൻ കറിക്കാണെങ്കിൽ ചിക്കൻ, മസാല, മുളകുപൊടി, എണ്ണ, കടുക്, കറിവേപ്പില, ഇഞ്ചി, സവാള, ഉപ്പുമാവാണെങ്കിൽ റവ, മുളക്, ഇഞ്ചി, സവാള, മീൻ കറി ആണെങ്കിൽ മീൻ, പുളി, മുളകുപൊടി, ഇഞ്ചി, സവാള. പട്ടികയിൽ എഴുതിയ ഭക്ഷ്യ വസ്തുക്കൾ എല്ലാം ഒരേ ഇനമാണോ? അല്ല. ഒരേ തരത്തിലുള്ളവ ഏതെല്ലാം? ഇതിൽ ഒരേ തരത്തിലുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. തരം തിരിക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ ഭക്ഷ്യവസ്തുക്കളുടെ പേരും ചിത്രവും ശ്രദ്ധിക്കൂ. അതിൽ നൽകിയിരിക്കുന്ന സംഖ്യാസൂചകങ്ങൾ അനുസരിച്ച് ഭക്ഷണക്കൂടയിൽ പേരുകൾ എഴുതൂ. അപ്പൊ നോക്കൂ, പയറ്, ക്യാബേജ്, ചക്കപ്പഴം അങ്ങനെ തന്നിട്ടുണ്ടല്ലേ. നമുക്കപ്പോൾ ഓരോ കൂടയിലും നിറയ്ക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തതിൽ ക്യാബേജ്, 2-ൽ ചക്കപ്പഴം, 3-ൽ പാല്. നമുക്ക് ആദ്യം എല്ലാം ഒന്ന് എഴുതാം, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തേതിൽ ക്യാബേജ്, വെണ്ടയ്ക്ക, ഇതൊരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. രണ്ടാമത്തതിൽ നമുക്ക് പഴവർഗ്ഗങ്ങൾ, ചക്കപ്പഴം, മാമ്പഴം ഒരേ ഗ്രൂപ്പിലാണ്. 3 പാല്, ഇറച്ചി, മീന്. 4 ചേമ്പ്, ചേന, മരച്ചീനി. 5 പയറ്, കടല, ചെറുപയർ. 6 ഗോതമ്പ്, അരി. ഒന്നാമത്തെ കൂടയിലുള്ളവ ഏതെല്ലാം? ക്യാബേജ്, വെണ്ടയ്ക്ക. ഇത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പച്ചക്കറിയാണ്. പദസൂര്യൻ പൂർത്തിയാക്കൂ. പച്ചക്കറികളാണ് ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, തക്കാളി, വാഴയ്ക്ക, വെണ്ടയ്ക്ക, വഴുതിന, പച്ചമുളക്, ക്യാരറ്റ്, ബീട്രൂട്ട്, മത്തൻ. ഇതെല്ലാം നമുക്ക് എഴുതാം പച്ചക്കറികളായിട്ട്. രണ്ടാമത്തെ കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കളെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? പഴവർഗ്ഗങ്ങൾ. കൂടുതൽ പഴങ്ങൾ കണ്ടെത്തി എഴുതൂ. കൈതച്ചക്ക പക്ഷിയായി മാറിയത് കണ്ടുവോ? ഏതൊക്കെ പഴങ്ങളും പച്ചക്കറികളും ഈ പക്ഷിരൂപത്തിലുണ്ട്? ആ പക്ഷിരൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തണ്ണിമത്തൻ, കൈതച്ചക്ക കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ അതിൽ മത്തൻ ഉണ്ട്, പിന്നെ തക്കാളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. ഇതുപോലെ മറ്റൊരു രൂപം തയ്യാറാക്കാമോ? 3-ാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടല്ലോ. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന മറ്റേതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്കറിയാം? മുട്ട. 4-ാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? കിഴങ്ങുവർഗ്ഗങ്ങൾ.
ഇനി നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ തന്നിട്ടുണ്ട്. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഞാൻ കിഴങ്ങ് വർഗ്ഗത്തിൽ ഉൾപ്പെടുന്നു. ചേനയാണ് കേട്ടോ. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? ചേന, ചേമ്പ്, മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ. ഏത് വിഭാഗം ഭക്ഷ്യവസ്തുക്കളാണ് 5-ാം കൂടയിലുള്ളത്? പയറുവർഗ്ഗങ്ങൾ. നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങളാണ് കേട്ടോ ഉള്ളത്. നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? ബീൻസ്, അവര, കൊത്തവര, പയറ്, കടല, പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ, വൻപയർ, നിലക്കടല. ധാന്യങ്ങൾ. 6-ാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം? ഇവയുപയോഗിച്ച് തയ്യാറാക്കുന്ന ഏതെല്ലാം വിഭവങ്ങൾ നിങ്ങൾക്കറിയാം? പദസൂര്യൻ പൂർത്തിയാക്കൂ. അപ്പൊ ഇതില് 6-ാം കൂടയിൽ ധാന്യങ്ങളാണ്. അരി ഉപയോഗിച്ച് അരി ഒരു ധാന്യമാണ് കേട്ടോ. അത് ഉപയോഗിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം, ചോറ്, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം, അപ്പം. ഗോതമ്പാണെങ്കിൽ പൂരിയാണ് കേട്ടോ. പൂരി, പായസം, ചപ്പാത്തി, പുട്ട്, ദോശ, കഞ്ഞി. ചെറുധാന്യങ്ങളാണെങ്കിൽ റാഗി, തെന, ചാമ. ചെറുധാന്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? മറ്റു ചെറുധാന്യങ്ങൾ ഏതെല്ലാം എന്ന് അന്വേഷിച്ചറിയുന്നതാണ്. ചോളം, കമ്പം, എള്ള്, വരകെല്ലാം ചെറുധാന്യങ്ങളാണ്. ചെറുധാന്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റാഗിപ്പുട്ട്, ചാമ ഉപ്പുമാവ്, ചോള ഉപ്പുമാവ്, റാഗി മുറുക്കൊക്കെ വരും. ചാമക്കഞ്ഞിയാണ്, ചാമയാണ് കേട്ടോ. തിന, പായസം. നിങ്ങളുടെ പ്രദേശത്ത് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ? അന്വേഷിച്ചറിയൂ. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. അവിടത്തുകാർ ചെറുധാന്യമായ റാഗി കുറുക്കി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് കൊറങ്കാട്ടി കേട്ടോ. ഇടമലക്കുടിയില് റാഗി കുറുക്കി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കൊറങ്കാട്ടി. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ തുടങ്ങി ഓരോ വിഭാഗത്തിലും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി താഴെ കൊടുത്ത പട്ടിക വിപുലീകരിക്കൂ എന്നാണ് പറയുന്നത്. ധാന്യങ്ങളിൽ അരി, അതുപോലെ തന്നെ കിഴങ്ങുകള്, പയറുകള്, പച്ചക്കറികൾ, ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ. ഇനി നമുക്കത് ഫില്ല് ചെയ്യാം. നമുക്ക് ആദ്യം ധാന്യങ്ങളിൽ അരി, ഗോതമ്പ്, ചാമ, ചോളം, തിന, റാഗി. കിഴങ്ങിലാണെങ്കിലോ ചേന, ചേമ്പ്, മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ. പയറുകളാണെങ്കിൽ ബീൻസ്, പയറ്, ചെറുപയർ, വൻപയർ, കടല, നിലക്കടല, പരിപ്പ്. പച്ചക്കറികളാണെങ്കിൽ മത്തൻ, പാവയ്ക്ക, വെണ്ട, വഴുതന, കോവൽ, ബീട്രൂട്ട്. പഴങ്ങളാണെങ്കിലോ പേരയ്ക്ക, ആപ്പിൾ, മുന്തിരി, കൈതച്ചക്ക, ചക്ക, സപ്പോട്ട, ഓറഞ്ച്. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ മുട്ട, ഇറച്ചി, മീന്, തേനൊക്കെ വരും. ആരോഗ്യവും ഭക്ഷണവും. വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനായിരിക്കാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്യുന്നതാണ്. നന്നായി വളരാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, ഊർജം ലഭിക്കാൻ. ഓക്കെ, വിവിധ പോഷകങ്ങൾ ശരീരത്തിൽ എത്താൻ. വരച്ചു ചേർക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ബലൂണിന്റെ നൂലിലൂടെ വരച്ചു നോക്കൂ. ആ ഭക്ഷ്യവസ്തുക്കളിലൂടെ ശരീരത്തിന് കൂടുതലായി ലഭിക്കുന്ന ഗുണങ്ങൾ രേഖപ്പെടുത്തിയ ബലൂണിൽ എത്താം. അപ്പം നമുക്ക് പഴങ്ങൾ, പച്ചക്കറികൾ എന്നുള്ളതാണ്. അതെന്തിനാ നമ്മൾ കഴിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങളതൊന്ന് ജോയിൻ ചെയ്യണം. നമുക്കെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാം. പഴങ്ങൾ, പച്ചക്കറികൾ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു എന്നതിൽ കൊണ്ടുപോവുക കേട്ടോ. അടുത്തത് പയറുവർഗ്ഗങ്ങൾ, പാൽ, ഇറച്ചി, മുട്ട, മീന്. അതെവിടേക്ക് കൊണ്ടുപോവുക? ആദ്യത്തെ ഇതിലാണ്. ശരീര വളർച്ചയെ സഹായിക്കുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അത് 2. ജോലികൾ ചെയ്യുന്നതിനുള്ള ശക്തി ലഭിക്കുന്നു. നാം മനസ്സിലാക്കിയ വിവരങ്ങൾ എഴുതി നോക്കാം. ധാന്യങ്ങളാണെങ്കിൽ ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളാണെങ്കിൽ ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കും. പച്ചക്കറികൾ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നു. പഴങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. പയറുവർഗ്ഗങ്ങൾ ശരീര വളർച്ചയെ സഹായിക്കുന്നു. പാൽ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇറച്ചി ശരീര വളർച്ച തന്നെയാണ്. മുട്ടയും ശരീര വളർച്ചയാണ്. മീൻ ശരീര വളർച്ച. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത്
ഭക്ഷ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നു. എന്നാൽ ഇവയുടെ അമിത ഉപയോഗം ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും. ഇതുമൂലം പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. അപ്പോൾ എണ്ണയിൽ വറുത്തത് നമ്മൾ അധികം കഴിക്കരുത് എന്നാണ് പറയണത്. കുടിവെള്ളം, നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് കുടിവെള്ളം കുടിക്കും? നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ ദിവസവും 6 മുതൽ 8 ഗ്ലാസ് വരെ കുടിവെള്ളം കുടിക്കണം. കാലാവസ്ഥയ്ക്കും കായിക പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് ഇതിന് മാറ്റം വരാം. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ആരോഗ്യത്തോടെ ജീവിക്കാൻ ഗുണമേന്മയുള്ള ഭക്ഷണവും ശരിയായ ആഹാരശീലങ്ങളും ആവശ്യമാണല്ലോ. താഴെ പറയുന്ന പട്ടികയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഓരോ ദിവസവും കഴിച്ച ഭക്ഷ്യവസ്തുക്കളുടെ പേര് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് നിങ്ങളുടെ ആരോഗ്യ റെക്കോർഡാണ്, നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടതാണ്. നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷൻ കൊടുക്കുക, നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ഹൈറ്റും എഴുതുക. നിങ്ങൾ ഒരാഴ്ചയിൽ നമുക്ക് 7 ദിവസം ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ കഴിച്ചത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ എഴുതുക കേട്ടോ. അടുത്തത് സാലഡ് തയ്യാറാക്കാം. പലതരം പഴങ്ങളും പച്ചക്കറികളും ഇലകളും ഉൾപ്പെടുത്തി സ്വാദിഷ്ടമായ ഒരു സാലഡ് നമുക്ക് തയ്യാറാക്കിയാലോ? വേവിക്കാതെ കഴിക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. പച്ചക്കറികൾ ആവശ്യത്തിന് മാത്രം വേവിക്കുക. പല ഇനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സാലഡിന്റെ ചിത്രം നോക്കൂ. ഇതിലെ ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയൂ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അല്ലെ? കിവി ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കതിൽ ബ്രോക്കോളി കാണാൻ പറ്റുന്നുണ്ട്, ഞാവൽപ്പഴം കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ബദാം, തക്കാളി, പിന്നെ എന്തൊക്കെയാണുള്ളത്, സവാള ഉണ്ട്, പിന്നെ ക്യാരറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇത് പിന്നെ മുന്തിരിയാണോ അത്? നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നിങ്ങൾ ഒരു സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കും, നിർമ്മിക്കുന്ന വിധം എഴുതൂ എന്നാണ് പറയുന്നത്. ഇനി ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു? വേവിച്ചും അല്ലാതെയും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് ആദ്യം തരംതിരിക്കാം. വേവിച്ച് കഴിക്കുന്നവ ഏതൊക്കെയാ? അരി, ഇറച്ചി, മീന്, ചേന, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, ബീട്രൂട്ട്, കൂർക്ക. വേവിക്കാതെ കഴിക്കുന്നവ ഏതൊക്കെയാ? ചാമ്പയ്ക്ക, ആപ്പിള്, മുന്തിരി, തണ്ണിമത്തൻ, വെള്ളരിക്ക, പേരയ്ക്ക. വേവിച്ചോ വേവിക്കാതെയോ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളും ഉണ്ട്. അത് ക്യാരറ്റ്, പപ്പായ, ചക്ക, മാങ്ങ, തക്കാളി, ബീട്രൂട്ട്. നാം കഴിക്കുന്ന വിഭവങ്ങളിൽ ഏതാണ് കൂടുതൽ? വേവിച്ചതോ വേവിക്കാത്തതോ? വേവിച്ചത് അല്ലെ? വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ കൂടുതലും ഏത് വിഭാഗത്തിൽ പെട്ടവയാണ്? പഴങ്ങളായിരിക്കും കേട്ടോ. എന്തിനാണ് ഭക്ഷണം വേവിക്കുന്നത്? രുചി വർദ്ധിപ്പിക്കാൻ. നമ്മൾ വേവിച്ച് കഴിക്കുന്നത് ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും, അതും ഫില്ല് ചെയ്തോളൂ. എന്തിനാണ് ഭക്ഷണം വേവിക്കുന്നത്? രുചി വർദ്ധിപ്പിക്കാൻ, രോഗാണുക്കളെ ഇല്ലാതാക്കാൻ, ശരീരത്തിൽ എളുപ്പത്തിൽ ദഹിക്കാൻ. ആരോഗ്യകരമായ ജീവിതത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അത് നിങ്ങൾ നോക്കാട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം മാറ്റം വരുത്തണമെങ്കിൽ വരുത്തണം. ആഹാരശീലങ്ങൾ. ഭക്ഷണം ചവച്ചരയ്ക്കുക എന്നതാണ് എൻ്റെ മുഖ്യ ജോലി. അത് പല്ലിൻ്റെ അല്ലേ? ഭക്ഷണം നന്നായി ചവച്ചരച്ചാണോ നമ്മൾ കഴിക്കാറുള്ളത്? ഭക്ഷണം ചവച്ചരച്ചു കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നറിയാമോ? ദഹനം എളുപ്പമാകും, വിവിധ രുചികൾ തിരിച്ചറിയാം. താഴെ പറയുന്ന ശീലങ്ങൾ ശരിയോ തെറ്റോ എന്ന് രേഖപ്പെടുത്തൂ. കൈ വൃത്തിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. തെറ്റ്. ഇറച്ചി നന്നായി വേവിച്ച് കഴിക്കുന്നു. ശരി. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുന്നു. ശരി. ജീവികൾ കടിച്ച പഴങ്ങൾ കഴിക്കാറില്ല. ശരി. വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നു. തെറ്റ്. രാവിലത്തെ തിരക്കിൽ പ്രഭാത ഭക്ഷണം ശരിയായി കഴിക്കാറില്ല. തെറ്റ്. അടുക്കളത്തോട്ടം. നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളും ഉണ്ട്? വീട്ടുവളപ്പിൽ നട്ടുണ്ടാക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള ഗുണങ്ങൾ എന്തെല്ലാം? പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം. രാസവളം ഉപയോഗിക്കുന്നില്ല. രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല. നല്ല രുചിയും ഗുണവും ലഭിക്കുന്നു. പപ്പായ.
പഴമായും പച്ചക്കറിയായും ഞങ്ങളെ ഉപയോഗിക്കുന്നു. പഴുത്താൽ പല ജീവികൾക്കും ഞങ്ങൾ ഭക്ഷണമാകും. ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഈ പപ്പായ എന്ന് പറയുന്ന പഴത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുക എന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓമക്കായ എന്നെല്ലാം പറയും, കപ്ലിങ്ങ, ഓമക്കായ എന്നെല്ലാം പറയും കേട്ടോ, പപ്പാളിങ്ങ, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ സ്കൂളിലോ വീട്ടിലോ പപ്പായ മരം ഉണ്ടോ? ഇല്ലെങ്കിൽ നട്ടു വളർത്തു. ഇതുപോലെ നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്ന മറ്റേതെല്ലാം ഫലങ്ങളുണ്ട്? മാമ്പഴം, ചക്ക, പേരയ്ക്ക. സ്കൂൾ പച്ചക്കറിത്തോട്ടം. സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്? ആരോഗ്യമുള്ള ജീവിതത്തിന് ആവശ്യമായ വിവിധ തരം വിളകൾ നിങ്ങളുടെ തോട്ടത്തിൽ ഉണ്ടോ? അപ്പൊ നമുക്ക് പയറ് വർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എല്ലാം ഉണ്ട്. നിലവിൽ തോട്ടത്തിലുള്ളവ, ഇനി ഉൾപ്പെടുത്തേണ്ടവ എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ തിരുത്താം. നിങ്ങൾക്ക് അത് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാം കേട്ടോ. നിങ്ങളുടെ സ്കൂളിലെ പച്ചക്കറിത്തോട്ടം നോക്കി നിങ്ങൾ എഴുതേണ്ടതാണത്. ഇനി നിരീക്ഷിക്കാം, കണ്ടെത്താം. പച്ചക്കറിത്തോട്ടം നമുക്ക് മാത്രമാണോ പ്രയോജനപ്പെടുന്നത്? അല്ല. ചിത്രം നോക്കൂ. മറ്റേതെല്ലാം ജീവികൾ തോട്ടത്തിൽ വരാറുണ്ട്? ഇവ കൃഷിത്തോട്ടത്തിൽ വരുന്നത് കീടങ്ങളെ തിന്നാൻ മാത്രമാണോ? അല്ല. വിളവ് തിന്നാൻ വരുന്നവയുണ്ടോ? ഉണ്ട്. അവയുടെ സംഭാഷണം ചിത്രീകരിക്കൂ. ചിത്രീകരണം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഇത് നോക്കൂ, ഇവിടെ ഒരു കിളിയുണ്ട് അല്ലെ. ഞാൻ കൃഷിത്തോട്ടങ്ങളിലെ കീടങ്ങളെയും തിന്നും. നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയായിരിക്കും? കീടനിയന്ത്രണത്തിലും വിത്തുവിതരണത്തിലും ജീവികൾക്ക് പങ്കുണ്ട്. അടുത്തത് വിലയിരുത്താമാണ്. അനുയോജ്യമായ ഭക്ഷ്യവസ്തുക്കൾ ശരീര ഭാഗങ്ങളായി ഉൾപ്പെടുത്തി ഒരു മനുഷ്യന്റെ രൂപം വരയ്ക്കുക. ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഗുണങ്ങൾ എഴുതുക. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ശരീരഭാഗം മസ്തിഷ്കമാണ്, ബ്രെയിൻ. ഭക്ഷണവസ്തു അണ്ടിപ്പരിപ്പ്, വാൾനട്ട് ആണ്. ഗുണങ്ങൾ എന്താ? ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കണ്ണുകൾ, ക്യാരറ്റ്. വൈറ്റമിൻ എ ധാരാളമുണ്ട്, കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഹൃദയം, തക്കാളി. രക്തചംക്രമണം സുഗമമാക്കാനും ഹൃദയാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. അസ്ഥികൾ, പാൽ, മുട്ട. കാൽഷ്യം അടങ്ങിയിരിക്കുന്നു, എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നു. പേശികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ. പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു, ശരീരപുഷ്ടിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. രക്തം, ബീട്രൂട്ട്, ചീര. ഇരുമ്പ് സത്ത് ധാരാളമുണ്ട്, വിളർച്ച തടയാൻ സഹായിക്കുന്നു. മിത്ര തയ്യാറാക്കിയ ബർഗർ നോക്കൂ. ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്? ഈ വിഭവം ആരോഗ്യകരമാണോ? എന്തുകൊണ്ട്? ബണ്ണാണത് അല്ലെ. ബണ്ണ്, തക്കാളി, ക്യാബേജ്, ക്യാപ്സിക്കം, ചിക്കൻ, സോസ്, മയോണൈസ്. ബർഗർ ആരോഗ്യകരമല്ല, അമിതവണ്ണത്തിന് കാരണമാകുന്നു, രക്തത്തിൽ കൊഴുപ്പ് കൂടുന്നു. 3. ചേരുന്നവ വരച്ചു യോജിപ്പിക്കൂ. കിഴങ്ങ്, ചേമ്പാണ്. ധാന്യം, ബാർലി. മുട്ട, മാംസ്യം. ചെറുധാന്യം, ചാമ. എണ്ണ, കൊഴുപ്പ്. ചിത്രത്തിലെ ഭക്ഷ്യവസ്തുക്കളെ കണ്ടല്ലോ. നാം വേവിച്ച് കഴിക്കുന്നവയ്ക്ക് ചുവപ്പ് നിറവും വേവിക്കാതെ കഴിക്കുന്നവയ്ക്ക് പച്ച നിറവും വേവിച്ചോ വേവിക്കാതെയോ കഴിക്കാവുന്നവയ്ക്ക് മഞ്ഞ നിറവും നൽകണം. ചിത്രത്തിന് താഴെയുള്ള ചെറിയ ബോക്സിലാണ് നിറം നൽകേണ്ടത്. അപ്പൊ ആദ്യത്തെ നമുക്ക് ചുവപ്പ് നൽകാം. അപ്പൊ ഞാൻ കളർ കൊടുക്കാം. പിന്നെ മഞ്ഞ, ചുവപ്പ്, ചുവപ്പ്, പച്ച. വേവിച്ചോ വേവിക്കാതെയോ കഴിക്കാത്തതിന് നമ്മൾ മഞ്ഞ നിറമാണ് കൊടുക്കുന്നത്. ഒരു മിനിറ്റ്. വേവിച്ച് കഴിക്കുന്നവയ്ക്ക് ചുവപ്പ് കൊടുക്കുക. വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നതിന് പച്ചയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. 2 രീതിയിലും കഴിക്കാൻ പറ്റുന്നതിന് മഞ്ഞ കൊടുക്കുക. തുടർ പ്രവർത്തനങ്ങൾ. മിത്രയും അനുജനും പച്ചക്കറി തോട്ടത്തിൽ വിളവെടുക്കുകയാണ്. നമുക്കും ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയാലോ? 5 ഇനങ്ങളെങ്കിലും നട്ടു വളർത്തൂ. പറമ്പിലോ മണ്ണ് നിറച്ച ചാക്ക്, കൂട തുടങ്ങിയവയിലോ കൃഷി ചെയ്യാം. നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും 5 വിഭവങ്ങൾ നട്ടു വളർത്താൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് രുചികരവും പോഷകസമൃദ്ധവുമായ വിഭവങ്ങൾ തയ്യാറാക്കി സ്കൂൾ ഭക്ഷ്യമേളയിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.